ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ എന്ന് പറയുന്ന ഫസ്റ്റ് സെമസ്റ്റർ BEdലെ സൈക്കോളജി പേപ്പറാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഇന്ന് നമ്മുടെ ഫോക്കസ്. ആദ്യം നമുക്കതിൽ പഠിക്കാനുള്ളത് ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും മീനിങ് ആണ്. ആക്ച്വലി ഈ രണ്ട് ടേംസും സിനോണിംസ് ആയിട്ട് പറയപ്പെടുന്നു. രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനെ ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ക്രോ ആൻഡ് ക്രോ സജസ്റ്റ് ചെയ്യുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ്. നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് സ്റ്റിമുലസ് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അവിടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ചിനെയാണ്, ആ ഒരു ബിഹേവിയറൽ ചേഞ്ചിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് ആയിട്ട് ക്രോ ആൻഡ് ക്രോ പറയുന്നത്. അപ്പോൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റും രണ്ടും കോ റിലേറ്റഡ് ആണെന്ന് പറയുന്നു. കാരണം രണ്ടും ഒക്കർ ചെയ്യുന്നത് സെയിം ടൈം ആയിട്ടാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ഏജ് കൂടുന്നതും അതുപോലെ ആ കുട്ടിയുടെ ഫിംഗേഴ്സിൻ്റെ സൈസ് കൂടുന്നതും ലെങ്ത്ത് കൂടുന്നതും തിക്നെസ് കൂടുന്നതും ഒക്കെ നമുക്ക് ഗ്രോത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. എന്നാൽ നേരെ മറിച്ച് ആ ഫിംഗേഴ്സ് എത്രത്തോളം ഈസായിട്ടാണ് ആ കുട്ടി ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്പീഡ്, പ്രെസിഷൻ അതൊക്കെ ചേഞ്ച് ആവും അല്ലേ, അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ സൈസും വെയിറ്റും ഒക്കെ ഇൻക്രീസ് ആവും അല്ലേ, അതിനെ നമ്മൾ ഗ്രോത്ത് എന്ന് പറയും. എന്നാൽ നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ആ ഒരു ബുദ്ധി നമ്മൾ എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ്, ആക്യുറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡെവലപ്മെൻ്റ് ആയിട്ടും പറയുന്നു. ഇനി ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് പറയാം. ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, എന്നാൽ ഡെവലപ്മെൻറ്റ് ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആണെന്ന് പറയാൻ കാരണം അതിൽ നമ്മൾ ക്വാണ്ടിറ്റിയാണ് അളക്കുന്നത്. ഇപ്പം നമ്മുടെ വെയിറ്റ്, ഹൈറ്റ് അതൊക്കെ നമ്മൾ സൈസ് അനുസരിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഒരു ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് ഗ്രോത്ത് നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് പറയാം. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. നമ്മുടെ ഇൻ്റലിജൻസ് എത്രയുണ്ട്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എത്രയുണ്ട്, അതൊക്കെ എന്താണ് ഡെവലപ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയും. സോ ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ഉണ്ടാവുന്ന, ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് ഗ്രോത്ത് എന്ന് പറയാം. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്ന എല്ലാതരം മാറ്റങ്ങളും നമ്മൾ ഡെവലപ്മെൻ്റ് ആയിട്ട് പറയും. ഗ്രോത്ത് ഒരിക്കലും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. ഒരു മെച്യൂരിറ്റി എത്തുമ്പം അത് എൻഡ് ചെയ്യുന്നു. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് വൂംബ് ടു ടൂംബ് എന്നാണ് പറയുന്നത്. ജനനം മുതൽ മരണം വരെ ഡെവലപ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അത് മെച്യൂരിറ്റി എത്തുമ്പം എൻഡ് ആവുന്ന ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ മൊത്തത്തിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴോ വൈഡർ ആയിട്ടുള്ള ഒരു ടേമാണ്. അതൊരു ഇൻഡിവിജ്വലിൻ്റെ എല്ലാതരം ചേഞ്ചസിനെയും ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നൗ വി ആർ മൂവിങ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇൻഡിവിജ്വൽസ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചില പെക്യുലാരിറ്റീസ് ഒരുപോലെ ഉണ്ടായിരിക്കും. എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ചില കാര്യങ്ങൾ ഒരേപോലെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് ടീച്ചേഴ്സിന് എന്ത് മനസ്സിലാക്കി തരുമെന്ന് വെച്ചാൽ എങ്ങനെയാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കുട്ടികളിൽ നിന്നും, ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലും അവരിൽ നിന്ന് നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ അവരെ ഗൈഡ് ചെയ്യണം, അവർക്ക് ഒരു പ്രോപ്പർ എൻവയോൺമെൻറ്റ്, ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടി പ്രോപ്പർ എൻവയോൺമെൻറ്റ് നമ്മൾ എങ്ങനെ ഒരുക്കി കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ഫസ്റ്റ് വൺ ഇസ് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻറ്ററാക്ഷൻ. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങും ആ ഹ്യൂമൻ ബീയിങ് തൻ്റെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൂടെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻവയോൺമെൻറ്റിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പം മഴക്കാറ് വരുമ്പോൾ മഴ പെയ്യും എന്ന് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ്. അതുപോലെ ചെടിയിൽ വെള്ളം നനച്ചു കഴിഞ്ഞാലാണ് ചെടി വളരുള്ളൂ എന്ന് ഞാൻ പഠിക്കുന്നത് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടാണ്. ഇതൊക്കെ വളരെ നിസ്സാരമായ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ എന്നിൽ എന്ത് ക്വാളിറ്റീസ് ഉണ്ടാവും, ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു അല്ലേ, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു എന്ന് പറയാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത്. നൗ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് വൂമ്പിൽ നിന്ന് ടൂമ്പ് വരെയാണ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. കണ്ടിന്യൂസ് ആയി നടക്കുന്നതാണ്. നമ്മൾ ജനിക്കുന്നത് തൊട്ട് മരണം വരെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രീ സ്കൂൾ ടൈമിൽ നമ്മൾ വൊക്കാബുലറി പഠിക്കും, നന്നായിട്ട് വൊക്കാബുലറീസ് പഠിക്കും. പക്ഷേ പെട്ടെന്ന് പ്രോബ്ലം സോൾവിങ്ങിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത് അഡോളസൻസ് പീരീഡിലാണ്. അതാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലും നടക്കുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും.
ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻ ഓർഡർലി സീക്വൻസ്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസ് ഒരുപാട് കാര്യങ്ങളിൽ സിമിലർ ആണ്. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും നിൽക്കാൻ പഠിക്കുന്നത് വാക്ക് ചെയ്യാൻ പഠിക്കുന്നതിന് മുന്നെയാണ്. ആൻഡ് സിലബിൾസൊക്കെ ബാബിൾ ചെയ്തതിന് ശേഷമാണ് ലാംഗ്വേജ് കറക്റ്റായിട്ട് സംസാരിക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡർലി സീക്വൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരിലും ഏറെക്കുറെ ഒരേപോലെ തന്നെ ആയിരിക്കും. അതാണ് ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻ ഓർഡർലി സീക്വൻസ് എന്ന് പറയുന്നത്. ആൻഡ് നൗ നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഒരു കുട്ടി അതിൻ്റെ ഹാപ്പിനെസ് ടോട്ടലി ബോഡിലി എക്സ്പ്രഷനിലൂടെ ആയിരിക്കും കാണിക്കുക. പക്ഷേ ഓൾഡർ ആയി വരും തോറും, വളർന്നു വരും തോറും അവൻ എങ്ങനെയായിരിക്കും, സ്മൈലിലൂടെ ആയിരിക്കും ഹാപ്പി ആണെന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇൻഫൻസ് ആദ്യം എന്ത് ചെയ്യും, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഹോൾ ഹാൻഡ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. എന്തെങ്കിലും വേണം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യാൻ ആദ്യം കുട്ടികൾ പഠിക്കണം എന്നില്ല. കൈ കൊണ്ടായിരിക്കും, മൊത്തം കൈ എടുത്തിട്ടായിരിക്കും ചൂണ്ടിക്കാണിക്കുക. പിന്നീടാണ് പഠിക്കുന്നത് ഓക്കെ ഇൻഡെക്സ് ഫിംഗർ ആണ് പോയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിംഗർ യൂസ് ചെയ്തിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പഠിക്കുന്നത്. അതാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. അതായത് ഡെവലപ്മെൻറ്റ് പല ഡൊമെയിൻസിൽ നടക്കും അല്ലേ. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഫിസിക്കൽ ഉണ്ടാവും, സൈക്കോളജിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ, പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇൻ്റർ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ ചെറുപ്പത്തിലുള്ള ഒരു സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവും, എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന ആ ഒരു രീതി ആ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റുമായിട്ട് ഇൻ്റർ റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിക്ക് ഒരിക്കലും ഒരു സോഷ്യൽ ബിഹേവിയർ ഭയങ്കര ആക്റ്റീവായിട്ട് ഉണ്ടാവില്ല, റിറ്റാർഡഡ് ആയിരിക്കും. അതുപോലെ ഒരു സൗണ്ട് ഹെൽത്ത് ആയിട്ടുള്ള ഒരു കുട്ടി, അതായത് ഭയങ്കര സൗണ്ട് ഉച്ചത്തിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സൊസൈറ്റിയോടുള്ള ആ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു സോഷ്യലി ആക്റ്റീവ് ആയിരിക്കും ആ കുട്ടി. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ്. അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്വയം. ഇപ്പോൾ നമ്മളൊരു കുട്ടിയുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുറച്ച് കുട്ടികൾ എടുക്കുക, അവരുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് അവരുടെ കാര്യത്തിൽ കാണാൻ പറ്റും. അതായത് ചില കുട്ടികൾ ഇമോഷണലി വേഗം ഡെവലപ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, ചിലവർക്ക് ഇപ്പോഴും ഇമോഷൻസ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം എടുക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നൗ നെക്സ്റ്റ് ഇസ് ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റബിൾ പാറ്റേണിലാണ് നടക്കുന്നത്. ഏറെക്കുറെ എല്ലാ കുട്ടികളിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏർലി ഏജിൽ തന്നെ കുട്ടികൾക്ക് ഇന്ന ഡെവലപ്മെൻറ്റാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കിങ്ങനെ ഊഹിച്ച് പറയാൻ പറ്റും. അതാണ് ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ എന്നതുകൊണ്ട് പറയുന്നത്. അപ്പം ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ്. എന്ത് കാര്യമാണെങ്കിലും അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ട്. എന്താണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്? ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, പാരമ്പര്യമായിട്ട് അല്ലെ, പരമ്പരാഗതമായിട്ടുണ്ടാകുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ആദ്യത്തെ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളിൽ ഹൈ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ ലോ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളെക്കാളും സ്പീഡായിട്ട് വളരും. ആ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹെറിഡിറ്ററി ആയി കിട്ടുന്നതാണ്. ചിലവരുടെ അച്ഛനമ്മമാരൊക്കെ നന്നായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ മക്കളും അതുപോലെ ആയിരിക്കും. ചിലവർ ബാക്ക്വേർഡ് ആണെങ്കിൽ കുട്ടികളും അതുപോലെ ആയിരിക്കും. അതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ആണെങ്കിലും ബിഹേവിയറൊക്കെ ആണെങ്കിലും ഇൻ്റലിജൻസ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു കാര്യങ്ങളുണ്ടായിരിക്കുക, അതിൻ്റെ ഒരു റെഗുലേഷൻ ഉണ്ടായിരിക്കാം. അതാണ് ഫസ്റ്റ് വൺ, ഇൻ്റലിജൻസ്. സെക്കൻഡ് വൺ സെക്സ് ആണ്. അതായത് ബോയ്സും ഗേൾസും തമ്മിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സ്ട്രക്ചറൽ ഗ്രോത്ത് ആണെങ്കിലും ഗേൾസിൽ നിന്ന് ബോയ്സിന് വളരെയധികം ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബർത്ത് സമയത്ത്, അതായത് ജനന സമയത്ത് ബോയ്സ് ആൺകുട്ടികൾ സ്ലൈറ്റ്ലി ലാർജർ ആയിരിക്കും ഗേൾസിനേക്കാളും. പക്ഷേ പെട്ടെന്ന് തന്നെ ഗേൾസിന് ഒരു ലാർജ് ഒരു റാപ്പിഡായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കും ബോയ്സിനേക്കാളും. അപ്പോൾ ബോയ്സിനേക്കാളും പെട്ടെന്ന് തന്നെ പെൺകുട്ടികൾ ഫുൾ ബോഡി സൈസിലേക്ക് വരും. സെക്ഷുവലി ഗേൾസ് മെച്യൂർ ആവുന്നത് ബോയ്സിനേക്കാളും ഏർലിയർ ആയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെൻ്റലി ടു ഗേൾസ് മെച്യൂർ ഏർലി ദാൻ ബോയ്സ്. Next, third point is glands. Certain glands do have an important role in the physical and mental development of the child. ചില ഗ്ലാൻഡുകൾക്ക് പ്രത്യേകത ഉണ്ട്, എന്തിന്, ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് പറയാം തൈറോയിഡ് ഗ്ലാൻഡ്സിൻ്റെ ആക്ടിവിറ്റി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അപ്പോൾ ഗ്രോത്തിനെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഫിസിക്കൽ ആണെങ്കിലും മെൻ്റൽ ആണെങ്കിലും പെട്ടെന്ന് തന്നെ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് ഗ്ലാൻഡ്സിൻ്റെ
ഡെഫിഷ്യൻസി, അതിൻ്റെ ഒരു ആക്ടിവിറ്റിയുടെ ഡെഫിഷ്യൻസി പറയുന്നത്. അതുപോലെ തന്നെ തൈമസ് ഗ്ലാൻഡ്സ് ഇൻഫ്ലുവൻസ് ഗ്രോത്ത് ഓഫ് ചെസ്റ്റിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് തൈമസ് ഗ്ലാൻഡ്. അതുപോലെ അത് മെൻ്റൽ ഡെവലപ്മെൻറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാൻഡ്സ് ഒരു ഹെറിഡിറ്ററി ഫാക്ടറായിട്ട് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റേഷ്യൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്, വെയ്റ്റ്, കളറ്, അതുപോലെ തന്നെ ഫീച്ചർ ആൻഡ് ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ഹെറിഡിറ്ററി ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ദീസ് ആർ ദ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്: ഇൻ്റലിജൻസ്, സെക്സ്, ഗ്ലാൻഡ്സ് ആൻഡ് റേസ്. നൗ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഫസ്റ്റ് വൺ ഈസ് എയർ ആൻഡ് സൺലൈറ്റ്. അപ്പോൾ നമുക്കറിയാം ദ ബോഡി സൈസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷനും ഫേവറബിളി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫ്രഷ് എയറും സൺലൈറ്റുമാണ്. നമ്മളെപ്പോഴും പറയില്ലേ സൺലൈറ്റ് കൊള്ളണം, നല്ല എയറൊക്കെ ശ്വസിക്കണം എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പൊല്യൂട്ടഡ് എയറോ അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കുട്ടികൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയും. അപ്പോൾ മാൽ ന്യൂട്രീഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ ആ ഒരു ഫംഗ്ഷൻ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് വളരെ എസെൻഷ്യലാണ്. ഒരു കുട്ടിയുടെ പ്രോപ്പർ ഡെവലപ്മെൻറ്റിന് ബാലൻസ്ഡ് ഡയറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുക, സ്കിൻ ഡിസീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാൽ ന്യൂട്രീഷൻ കാരണം ഉണ്ടാവുന്നതായിട്ട് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡിസീസ് ആൻഡ് ഇഞ്ചുറീസ്. ഇപ്പോൾ ബോഡി ഇഞ്ചുറീസ്, അതുപോലെ തന്നെ ചില കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഡിസീസുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് സോഷ്യൽ കൾച്ചറൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു എൻവയോൺമെൻറ്റ് നന്നായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ബിഹേവിയറിനെ, ആ ഒരു സ്റ്റൈൽ ഓഫ് ബിഹേവിയറിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്. അത് നമ്മുടെ സോഷ്യൽ ആവാം, കൾച്ചറൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, അതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത്. അതുപോലെ ഫാമിലി സ്റ്റേറ്റസ്. ഒരു പുവർ ഫാമിലിയിലാണെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഫുഡിന് വരെ ബുദ്ധിമുട്ടുള്ള ഫാമിലീസിലാണെങ്കിൽ അവിടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാമിലി സർക്കംസ്റ്റൻസുകൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് മെൻ്റൽ ഡെവലപ്മെൻറ്റിലും കൂടെ. മെൻ്റൽ ഹെൽത്ത് എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അതൊക്കെ അതിൽ ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഒരു കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് പ്രോപ്പർ ആവണമെങ്കിൽ അവൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവളുടെ ഫാമിലി നല്ലൊരു കണ്ടീഷനിലായിരിക്കണം പോവേണ്ടത്. ആൻഡ് ഓർഡർ ഓഫ് ബർത്ത് ഓഫ് എ ചൈൽഡ്. അതായത് ഓർഡർ ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാമിലിയിൽ ചിലപ്പോൾ കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുന്ന കുട്ടികളിനെ ഭയങ്കരമായിട്ട് ബേബി ചെയ്യും നമ്മൾ അല്ലേ. അപ്പോൾ അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഒക്കെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. ഐ മീൻ സെക്കൻഡ് ആൻഡ് തേർഡ് ചൈൽഡ് ആണെങ്കിലോ കുറച്ച് ക്വിക്ക്ലി ആയിരിക്കും നടക്കുന്നത്. യങ്ങർ ചിൽഡ്രൻ ആണ് കുറച്ചും കൂടെ ടൈം എടുക്കുക ഇങ്ങനെ എല്ലാം പ്രോസസ്സായി വരണം. കാരണം അവരെ നമ്മൾ അത്രയും ലാളിക്കും. ഇതാണ് എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് ബർത്ത് ഓഫ് എ ചൈൽഡ്. അതൊരു എൻവയോൺമെൻറ്റൽ ഫാക്ടറായിട്ട് നമുക്ക് പറയാം. ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ്.